What's up guys? Welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോയിന്റ് പെയിൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ രണ്ട് എല്ലുകളൊക്കെ വന്ന് സന്ധിക്കുന്ന ആ ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ ജോയിന്റ് അല്ലെ സന്ധി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ജോയിന്റിൽ ഉണ്ടാകുന്ന ആ ഒരു പെയിനെ തന്നെയാണ് നമ്മൾ ജോയിന്റ് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ ജോയിന്റ് പെയിൻ എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർത്രൈറ്റിസ് അല്ല വാദം കൊണ്ടൊക്കെയാണ് മെയിനായിട്ടും ഉണ്ടാകുന്നത്. അത് പോരാതെ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഇപ്പോൾ അസുഖങ്ങളുണ്ട്, എന്തെങ്കിലും ഇൽനെസ് ഉണ്ട്, ഫീവർ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ജോയിന്റിന് വേദന ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുകയാണ്, അതായത് നമ്മളിപ്പോൾ ജിമ്മിലാണെങ്കിൽ പോലും നമ്മൾ മര്യാദയുള്ള രീതിയിലല്ല വർക്കൗട്ട് ചെയ്യുന്നത്, കൂടുതലായിട്ടുള്ള ഓവർ ട്രെയിനിങ് കൊണ്ടൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ജോയിന്റ് പെയിൻ ഉണ്ടാകാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത വെയിറ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ഒരു ഭാഗത്തെ തന്നെ ട്രെയിൻ ചെയ്യുമ്പോഴും ഒക്കെ ഈ പറയുന്ന രീതിയിൽ ജോയിന്റ് പെയിൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഏതായാലും എന്തുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന ഈ ജോയിന്റ് പെയിൻ ഉണ്ടാകുന്ന അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ സംസാരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിവിധികൾ നമുക്കറിയായിരിക്കും. ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞെങ്കിൽ സിവിയർ ആയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ അതിനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പ്രതിവിധി അല്ലെങ്കിലും ഇതിൻ്റെ പെയിൻ, അതായത് ഈ പറയുന്ന ആർത്രൈറ്റിസ് വാദം കൊണ്ടുണ്ടാകുന്ന വേദന പോലും ഒന്ന് പരിഹരിക്കാൻ വേണ്ടി, അതിനൊന്ന് കുറച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രതിവിധികളും കാര്യങ്ങളും റെമഡീസും എല്ലാം, ഹോം റെമഡീസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടിക്കാതെ തന്നെ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ജോയിന്റ് പെയിൻ ഉണ്ടാകുന്നതിനുള്ള ഒരു ടോപ്പിക്കിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആർത്രൈറ്റീസ് തന്നെ, അതായത് വാദം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പം മെയിനായിട്ട് രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം. ഈ വാദത്തിന് അല്ലെങ്കിൽ ആർത്രൈറ്റീസിന് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഓസ്റ്റിയോ ആർത്രൈറ്റീസ്, അതുപോലെ തന്നെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റീസ്. ഈ റുമാറ്റോയ്ഡ് ആർത്രൈറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അതിന് ആമവാദം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ ഓസ്റ്റിയോ ആർത്രൈറ്റീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഈ എല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർട്ടിലേജ് ആണ്. അപ്പോൾ ഈ കാർട്ടിലേജ് ബ്രേക്ക് ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ, അത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ജോയിന്റിലുള്ള ഈ പറയുന്ന എല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസും. അപ്പോൾ ഇങ്ങനെ കൂട്ടി ഉരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം പെയിൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഓസ്റ്റിയോ ആർത്രൈറ്റീസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റുമാറ്റോയ്ഡ് ആർത്രൈറ്റീസ് അല്ല ആമവാദം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ബോഡി മുഴുവനും ഉണ്ടാകുന്ന ഒരു പെയിൻ ആയിരിക്കും. നമുക്ക് വളരെ ഒരു പെയിൻ ആയിരിക്കും, നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പെയിൻ ഉണ്ടാവും. നമുക്കൊരു സംഭവം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ മൊബിലിറ്റി കുറവും നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറവൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ റുമാറ്റോയ്ഡും ഓസ്റ്റിയോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റീസ് നമ്മുടെ ഏതൊരു പാർട്ടിലോ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ മാത്രമേ വാദമുള്ളൂ നമുക്ക് വേണം പറയാം. പക്ഷെ അതേസമയം റുമാറ്റോയ്ഡ് ആർത്രൈറ്റീസ് നമുക്ക് ഈ പറയുന്ന റൈറ്റ് ആമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ആമിലും അതേ പോർഷനിൽ തന്നെ അല്ലെങ്കിൽ അതേ ജോയിന്റിൽ തന്നെ നമുക്ക് റുമാറ്റോയ്ഡ് ആർത്രൈറ്റീസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇനിയിപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റീസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 40 വയസ്സിന് മുകളിലുള്ളവരിലാണ് കൂടുതലായിട്ടും കാണുന്നത് ഈ പറയുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റീസ്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റീസ് ആയിക്കോട്ടെ ഈ പറയുന്ന രീതിയിൽ എല്ലാവരിലും കാണാറുണ്ടെങ്കിലും വുമൻസിലായിരിക്കും കൂടുതലായിട്ട്, അല്ലെങ്കിൽ ലേഡീസിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. മെൻസുമായിട്ട് നോക്കുമ്പോൾ ലേഡീസിലാണ് കൂടുതലായിട്ടും റുമാറ്റോയ്ഡ് ആർത്രൈറ്റീസ് കാണുന്നത്. അപ്പോൾ ഇതാണ് ആർത്രൈറ്റീസ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ജോയിന്റ് പെയിൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. ഇനിയിപ്പോൾ വേറെയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊരു ജോയിന്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെയാണ് നമുക്ക് വേറെയുള്ള കോസസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ ഈ പറയുന്ന ജോയിന്റ് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വേദന, നമുക്ക് ആ ഒരു ജോയിന്റിൽ നല്ലൊരു വേദന അനുഭവപ്പെടുന്നത് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ആയിട്ടുള്ള ഒരു ലക്ഷണം. അത് പോരാതെ തന്നെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റെഡ്നെസ് അല്ലെങ്കിൽ ചുവന്ന ഒരു കളർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു തടിപ്പ് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്, നമുക്ക് ഭയങ്കര കാഠിന്യമുള്ളതൊക്കെ കൈ ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു ഫീൽ പോലെ നമുക്ക് തോന്നുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ സമീപിക്കുക. ഇതെന്ന് വെച്ചിട്ട് 3 ദിവസം വരെ നിങ്ങൾ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ചിലപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ജോയിന്റിന് പെയിൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് 3 ദിവസത്തിൽ കൂടുതലൊക്കെ നിൽക്കുവാണ്, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തടിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ല റെഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മളവിടെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഭയങ്കര ഒരു ഹീറ്റ് പോലെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലോ ഫീവർ ഉണ്ടെങ്കിലോ അസുഖങ്ങളുണ്ടെങ്കിലോ ഒക്കെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ജോയിന്റ് പെയിൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 3 ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ റെമഡീസിലോട്ട് പോകാം. റെമഡീസ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ആർത്രൈറ്റീസ് അല്ല വാദത്തിനൊന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹോമിൽ ഇരുന്നുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റീസിനോ റുമാറ്റോയ്ഡ് ആർത്രൈറ്റീസിനോ ഒന്നും നമുക്ക് സ്വയമായിട്ട് ഹോം മരുന്ന് കഴിച്ചുകൊണ്ട് അല്ല ഹോം റെമഡീസ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അതേസമയം നമുക്ക് ഇതിൻ്റെ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് റെമഡീസ് ആയിരിക്കും ഞാൻ ഇനി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഈ ശരീരത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ജോയിന്റുകൾ എവിടെയൊക്കെയാണ്. നമ്മുടെ ഈ പറയുന്ന എൽബോസിൽ നമുക്ക് ജോയിന്റ് ഉണ്ട്, ഷോൾഡർ ജോയിന്റ് ഉണ്ട്, നമുക്ക് ഹിപ്പിൽ ജോയിന്റ് ഉണ്ട്, അതുപോലെ നമ്മുടെ മുട്ടിൽ ഈ പറഞ്ഞ നീസിൽ നമുക്ക് ജോയിന്റ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ താഴത്തോട്ട് വരുന്ന ജോയിന്റ്, അതായത് ഹിപ്പ് ജോയിന്റ്, നീ ജോയിന്റിലൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം എന്താ പറയണ്ടേ അങ്ങോട്ട് കൂടുതൽ ആക്ടിവേഷൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
അപ്പം നമ്മുടെ വെയിറ്റിനെ കുറച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി. അതായത് നിങ്ങൾ ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ക്ലീൻ ഡയറ്റ് ഫോളോ ചെയ്യുക. നമ്മുടെ വെയിറ്റിനെ കുറച്ച് നിർത്തി കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ പറയുന്ന ജോയിന്റുകളിലോട്ട് പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയണ്ടേ, ആ ഒരു ആക്ഷൻ കുറയും. അപ്പം അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെയുള്ള ഭാവിയിലോട്ട് അങ്ങോട്ടുള്ള എന്താ പറയണ്ടേ ഹെൽത്തിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കുക, നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. ക്ലീൻ ഡയറ്റിനെ പറ്റി ഓൾറെഡി നമ്മൾ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കുക. എങ്കിലും ചെറുതായിട്ട് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുക, അതായത് വെജിറ്റബിൾസ് പോലുള്ള സംഭവങ്ങൾ കഴിക്കുക, വീറ്റ് കഴിക്കുക, ഓട്സ് കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ജങ്ക് ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക, സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഫുഡ് അവോയ്ഡ് ചെയ്യുക, ഡീപ്പ് ഫ്രൈ ചെയ്ത ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ടു മച്ച് ഷുഗർ ആയിട്ടുള്ള, അപ്പോൾ വളരെയധികം മധുരം അടങ്ങിയിട്ടുള്ള ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെയിറ്റിനെ കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കും. ഒബിസിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ജോയിന്റ് പെയിനുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കോൾഡ് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാം. ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ നല്ല അത്യാവശ്യം ഹോട്ട് ആയിട്ടുള്ള ഒരു വാം വാട്ടറിൽ ഒന്ന് ബാത്ത് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഷവർ ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ സമയം തന്നെ ഷവർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ നമുക്ക് ഒരു കടുപ്പൊക്കെ ഫീൽ ചെയ്യുമല്ലോ നമ്മുടെ ജോയിനിൽ, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ എന്താ സ്റ്റീം ബാത്ത് ചെയ്യുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആ സ്റ്റിഫ്നെസ്സിനെ ഒന്ന് കുറയ്ക്കുക, നമ്മളൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി, നമ്മുടെ മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ടിരിക്കുന്ന മസിൽസിനെ ഒന്ന് ലൂസാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഹോട്ട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. ഇനി കോൾഡ് ട്രീറ്റ്മെൻറ്റും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ഈ പറയുന്ന ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ജോയിനിലോട്ട് നമ്മളൊരു ഐസ് പാക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പെയിനൊക്കെ പുറത്ത് നിർത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഐസ് ഡയറക്റ്റ് എടുത്ത് വെക്കരുത്, കാരണം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാഗിൽ ഇട്ടതിന് ശേഷം മാത്രം വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഫ്രീസ് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എന്താ പറയുക കോൾഡ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പറയുന്ന ഡെഡ് ലിഫ്റ്റോ സ്ക്വാട്ടോ ഒന്നും ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ പറയുന്ന ജോയിൻസിൻ്റെ ചുറ്റുമുള്ള ആ മസിൽസ് ഉണ്ടല്ലോ, ആ മസിൽസിന് കുറച്ച് സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ജോയിൻറ്റിന് ചെറിയൊരു സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജോയിൻസ് കൂടുതൽ ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അത് മാത്രമല്ല നമുക്ക് ഈ പറയുന്ന വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റിനെ മോഡറേറ്റ് ആയിട്ടുള്ള നമുക്ക് കറക്റ്റായുള്ള രീതിയിൽ നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങോട്ട് ഈ പറയുന്ന ജോയിൻറ്റിലോട്ട് പോകുന്ന ആക്ടിവേഷൻ നമുക്ക് കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ വർക്കൗട്ടുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സിവിയർ ആയിട്ടുള്ള രീതിയിൽ ഓസ്റ്റിയോ ആർത്രൈറ്റീസോ റുമാറ്റോയ്ഡ് ആർത്രൈറ്റീസോ ഉള്ളവർക്ക് വർക്കൗട്ടുകൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ജനറൽ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് വർക്കൗട്ടുകൾ ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ സ്വിമ്മിങ് ചെയ്യുന്ന നല്ലതാണ്, നിങ്ങൾ സൈക്ലിംഗ് ചെയ്യുന്ന നല്ലതാണ്, വാക്കിംഗ് ചെയ്യുന്ന നല്ലതാണ്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ എന്താ പറയുക മൊബിലിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും സാധിക്കും, വെയിറ്റിനെ മാനേജ് ചെയ്ത് നിർത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജോയിന് സപ്പോർട്ട് കൊടുക്കാനും സാധിക്കുന്നതാണ്. അടുത്ത നമ്മുടെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അക്യുപഞ്ചിങ് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അക്യുപഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതൊരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ചൈനീസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് വേണം പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പല മൂവീസിലും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ നീഡിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ പല പോയിന്റുകളായിട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബോഡിയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ബാലൻസ് കിട്ടും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഇത് പെയിനെ കുറച്ച് നിർത്തുന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഈ പറയുന്ന രീതിയിൽ അക്യുപഞ്ചിങ് ചെയ്യാനടുത്ത് നല്ല രീതിയിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയി ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് ആദ്യമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഇതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാജിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മസാജിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഗുണമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും മസാജ് ചെയ്യുന്ന വഴി നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക നമ്മുടെ സ്ട്രെസ്സിനെ കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ജോയിന്റ് പെയിൻ എല്ലാം കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് മെഡിറ്റേഷൻ. അപ്പോൾ മെഡിറ്റേഷൻ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഇതിനൊക്കെ കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ഈ പറയുന്ന ജോയിൻസിലോട്ടുള്ള പെയിനൊക്കെ നമുക്ക് കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഈ പറയുന്ന വെയിറ്റിന് മാനേജ്മെൻറ്റ് നമുക്കൊന്ന് കിടലുമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹോർമോൺ ഇംബാലൻസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ രീതിയിൽ കൂടുതലായിട്ടും വെയിറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ സ്ട്രെസ്സും ഈ പറയുന്ന ആൻസൈറ്റി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഹോർമോണിൻ്റെയൊക്കെ ബാലൻസിൽ നിലനിർത്താം. അതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റ് ആകാതിരിക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന ജോയിൻറ്റ് പെയിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കും.
അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെർബൽ സപ്ലിമെന്റ്സ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നിരുന്നാലും സപ്ലിമെന്റ്സ് ട്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചിട്ട് മാത്രം കഴിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും ഈ പറയുന്ന രീതിയിൽ സൈഡ് എഫക്ട്സ് കാണാൻ സാധ്യതയുണ്ട് പല സപ്ലിമെന്റ്സും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക. എന്നിരുന്നാലും ഞാൻ എന്തൊക്കെയാണ് ട്രൈ ചെയ്യേണ്ട ചില ഹെർബൽ സപ്ലിമെന്റ്സ് എന്നുള്ളതിനെ പറ്റി ഇത് ആഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് അതെല്ലാം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സിനകത്തെല്ലാം വരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പരസ്പരം റിലേറ്റഡ് ആയിട്ട് വരുന്ന പോയിന്റ്സ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിവിടെ ടർമറിക്കും ആഡ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. കാരണം വെച്ചാൽ ടർമറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയ സാധനമാണ്. ഇതിനകത്ത് കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു സംഭവം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കുർക്കുമിൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൈലി ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ തന്നെ ഹൈലി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ഡിഷസിൽ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് അത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ജോയിൻറ്റിലോട്ടുള്ള പെയിനൊക്കെ നമുക്ക് കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ എന്നിരുന്നാലും ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി തരുന്നു. ഏകദേശം ആ ഒരു 9 പോയിന്റ്സോളം തന്നെ ഞാൻ കവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 9 പോയിന്റ്സോളം തന്നെ ഞാൻ കവർ ചെയ്തിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുമാണ്. അപ്പം ചില കാര്യങ്ങൾ അക്യുപഞ്ചിങ് പോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഈ പറയുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി തന്നെ ചെയ്യുക. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് കാര്യങ്ങളും ഇൻഫർമേഷൻസും എല്ലാം കിട്ടിയെന്നാണ് കയറുന്നത്. ഈ ജോയിൻറ്റ് പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റീസ് അല്ല റുമാറ്റോയ്ഡ് ആർത്രൈറ്റീസും കൊണ്ട് ഉണ്ടാകുന്ന സംഭവം മാത്രമൊന്നുമല്ല. നമുക്ക് ഈ പറയുന്ന രീതിയിൽ ടൂ മച്ച് ആയിട്ടുള്ള രീതിയിൽ ഹെവി വെയിറ്റുകൾ എടുക്കുമ്പോഴും അല്ല ഒരുപാട് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോഴും എല്ലാം ഈ പറയുന്ന പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അന്നേരം എല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ചില റെമഡീസും കാര്യങ്ങളും ഞാൻ കവർ ചെയ്ത് തന്നിട്ടുമുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ആഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.